ടൂവിലാണെങ്കിൽ വിക്രമിനെ തേടി വേദ വന്നെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ വിക്രത്തിനാണെങ്കിൽ വേദയെ കാണണമെന്നും വേദയ്ക്കാണെങ്കിൽ വിക്രത്തെ കാണണമെന്നും അതിയായ ആഗ്രഹം അവരുടെ ഹൃദയത്തിലുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഏറ്റവും വലിയ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് അതായത് രണ്ടാൾക്കുമിടയിലുള്ള അകൽച്ച തന്നെയാണ്. അതായത് വിക്രം ജയിലിൽ കിടക്കുമ്പോൾ വേദയാണെങ്കിൽ പുറത്ത് ഗർഭിണിയായിരിക്കുന്നൊരു കാഴ്ച. ഇനി താൻ ഗർഭിണിയാണെന്നെങ്ങാനും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തൻ്റെ ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെയോ തൻ്റെ കുഞ്ഞിൻ്റെയും കഥ കഴിക്കും. അതായത് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വിക്രമില്ല എന്നുള്ളൊരു ബോധ്യം വേദയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ വേദയാണെങ്കിൽ പതിയെ എന്ത് ചെയ്യുന്നു, അകന്ന് നിൽക്കുന്നതാണ് എന്ന് കാണാം. അങ്ങനെ വേദ ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് വിക്രത്തിന് നല്ല രീതിയിൽ തന്നെ സങ്കടവും ദുഃഖവും വിഷമവും ഉണ്ടാക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും വിക്രം അത് പുറത്തേക്ക് അധികം കാണിക്കുന്നില്ല. കാരണം അച്ഛനും അമ്മയെയും വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. ഇത് സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത്, അതായത് ജയിലിൻ്റെ അകത്ത് നിലവിളിക്കുന്നൊരു രംഗമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, വേദ കുഞ്ഞിനെയൊക്കെ ജനിപ്പിച്ച്, അതായത് പ്രസവിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ വിക്രമിനെ കാണാനായിട്ട് വരുന്നൊരു കാഴ്ച. അതായത് കുഞ്ഞിനെ വിക്രമിനെയും വീട്ടുകാരെയും ഒന്നും കാണിക്കാതെ എന്ത് ചെയ്യുന്നു, കൂട്ടുകാരിയുടെ അടുത്ത് നിർത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതിനുശേഷമാണ് വേദ വിക്രമിനെ തേടി വരുന്നത് എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്